നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടയിലായിരുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. 119 സങ്കീർത്തനം 71-72 വാക്യങ്ങൾ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും കഷ്ടയിൽ കൂടെ മുന്നേറിയവരാണ്. പണ്ഡിതനും പാമരനും ധനവാനും ദരിദ്രനുമൊക്കെ കഷ്ടതയുടെ ജീവിത പാഠങ്ങൾ ജീവിതയാത്രയിൽ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഷ്ടതയെ സംബന്ധിച്ച് കൂടുതൽ അനുഭവങ്ങളുള്ളത് ക്രിസ്തീയ വിശ്വാസികൾക്കാണ്. കഷ്ടതകൾ അവരെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കഷ്ടതകളും പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളും കുറവുകളും കാണിച്ചു തരുന്നു എന്നതിന് സംശയമില്ല. കഷ്ടത നമ്മുടെ സ്വഭാവവും ജീവിതവും മോശയിലിട്ടെന്ന വണ്ണം ഒരുക്കിയെടുത്ത് മിഴിവുള്ളതാക്കി തീർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ പരീക്ഷണശാലയിൽ നമ്മുടെ കഷ്ടതയ്ക്ക് വലിയ സ്വാധീനതയുണ്ട്. പരീക്ഷകളും പരിശോധനകളും കടന്നു വരുമ്പോൾ മാത്രമാണ് അവയെ ചേർത്ത് നിൽക്കുവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ആത്മീയ കരുത്തിനെ പറ്റി നാം തിരിച്ചറിയുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മിലുള്ളപ്പോൾ അവൻ നൽകുന്ന ധൈര്യവും വിശ്വാസവും സകല പ്രശ്നങ്ങളെയും നേരിടുവാനുള്ള കരുത്ത് നമുക്ക് നൽകും. അതോടെ കർത്താവായ യേശുക്രിസ്തു സകലത്തിനും മതിയായവനാണെന്ന് നമുക്ക് ബോധ്യമാകും. നാം കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കും. പഴയ നിയമത്തിലെ യാക്കോബിന് നേരിട്ടതായ പരീക്ഷകൾ അവനിലെ സ്വയത്തിന് അന്ത്യം കുറിക്കുവാൻ കാരണമായി. ഇയ്യോബിന് നേരിട്ട കഷ്ടതകൾ സ്വയം പടുത്തുയർത്തിയ ആത്മവിശ്വാസത്തെ തകർത്ത് കളയാൻ ഇടയാക്കി. ഞാൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നൊരിക്കൽ ഇയ്യോബ് പറയാൻ ഇടയായിട്ടുണ്ട്. ശീമോൻ പത്രോസിൻ്റെ വീഴ്ച അവൻ്റെ അഹന്തയും താൻ സ്വയം പര്യാപ്തനാണെന്നുള്ള ചിന്തയും ഇടിച്ചു കളയുകയും പുറമേ നിന്നും തനിക്ക് ശക്തി ആവശ്യമാണെന്നും അത് തൻ്റെ ഗുരുവും കർത്താവുമായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അവനെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് നമുക്കുണ്ടെന്ന് നാം കരുതുന്ന കരുത്തും ശക്തിയും ഘനമില്ലാത്തതും ഊതിപ്പിടിപ്പിച്ചതുമാണെന്ന് ദൈവം നമുക്ക് ബോധ്യമാക്കി തരുന്നത്. അത് പൂർണ്ണമായി ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയും. നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും കഷ്ടതകളും നിറഞ്ഞ അവസ്ഥയിൽ ദൈവം അത് അനുവദിക്കുന്നത് എന്തിനെന്ന് അറിയാമോ? നമ്മിൽ കരുത്തും ആത്മശക്തിയും ഉണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കഷ്ടതകൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രധാനമായും 5 പാഠങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. 1. ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന കരുത്തും ബലവും കണ്ടെത്തുവാൻ. 2. നമ്മെ യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കുവാൻ. 3. പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുവാൻ. 4. ദൈവത്തെയും സഹജീവികളെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കുവാൻ. 5. മറ്റുള്ളവരെയും ഇത്തരം സന്ദർഭങ്ങളിൽ സഹായിക്കുവാൻ കഴിയും വിധം ക്ഷമയും സഹിഷ്ണുതയും സഹായ മനോഭാവവും നമ്മൾ വളർത്തിയെടുക്കുവാൻ. അതിനാൽ നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നല്ല ഭടന്മാരായി കഷ്ടതകളെ തരണം ചെയ്യുക. വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ മുറുകെ പിടിക്കുക. കഷ്ടത വരുമ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി എന്ന ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുക. കാറ്റും കോളും നിറഞ്ഞ ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ.